ഒരു പൊന്നോണം മിന്നിന്റെ വൈകുന്നേരമായി കഴിഞ്ഞ മിന്നി മിന്നി പോണ്ടോരടങ്ങി. ആരിത് ലതാ മങ്കേഷ്കറാ? എന്താണ് നിന്റെ ഇടുപ്പിലൊരു പൊതി മുളച്ചിരിക്കണേ? ഏതള്ളേ, എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുത്തിയെന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി. മക്കളെ, കള്ളാണെങ്കിൽ ഒരു തുള്ളി താണ എനിക്ക്. എന്താ ചേട്ടാ താമസിച്ചതോ? ഡോക്ടർ പോണം, നേഴ്സുമാര് പോണം, പിന്നെ നിന്റെ ഈ കൂട്ടുകാര് മുഴുവൻ ഉറങ്ങണം. എന്നിട്ട് വേണം എനിക്ക് കുന്തമായിട്ട് ഇങ്ങോട്ട് വരാൻ. നിനക്ക് വേണ്ടി കുറെ കാലമായടാ ഞാൻ ഈ ത്യാഗം ചെയ്യാൻ തുടങ്ങിയിട്ട്. കൊണ്ടുവരുന്ന മുഴുവനും ചേട്ടൻ തന്നെയല്ലേ കുടിക്കുന്നത്, പിന്നെന്തോന്ന് ത്യാഗം? വീട്ടിൽ നിന്ന് അയച്ചു തന്ന കാശെല്ലാം തീർന്നു. ലക്ഷറി ആയിട്ട് പ്രാന്താശുപത്രി കഴിയണമെങ്കിലേ കാശ് വേണം. കാശില്ലാഞ്ഞിട്ടാണോ ചേട്ടന് ഭ്രാന്തില്ലാഞ്ഞേ? എനിക്ക് ഭ്രാന്തില്ലെന്ന് ആരാടാ പറഞ്ഞത്? തെണ്ടി. അതാരാ? മോനെ കൃഷ്ണ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാവോ? ഭഗവാന്റെ സ്ഥിതിയല്ലേ, ആ അവസ്ഥ ആർക്കും പറയാൻ പറ്റത്തില്ല. അല്ല, ആർക്ക് പറയാൻ പറ്റും? അതല്ല ഞാൻ പറഞ്ഞ നിന്റെ സ്ഥിതിയെ പറ്റിയാ. എന്തറിയാവോ? ഞാൻ പറഞ്ഞുതരാം. കൊരങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? ഏട്ടാ, മങ്കി, ഭ്രാന്ത് പിടിച്ച മങ്കി അത് കള്ളും കുടിച്ചു. കള്ളു കുടിച്ച മങ്കിയുടെ വാലയിൽ ഒരു തേളും കുത്തി. അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ. ചേട്ടാ, ഒന്ന് മുറുക്കണമല്ലോ. നീ ആകെ കഴിഞ്ഞു കിടക്കില്ലേ, ഞാൻ മുറുക്കി തരാം. ഗുഡ് നൈറ്റ്. അല്ല, നിക്ക് ബാക്കി കാശ്. എന്താ ഉറക്കം വന്നതാ? ഓ, ഇങ്ങനെയാണോ ദൈവമേ ഉറക്കം വരുന്നത്? രക്ഷപ്പെട്ട്. മറ്റൊരു മഞ്ഞ മതിൽ. ശരിയാ, അതിപ്പോ ചാടിയ മതിൽ തന്നെയാ. ഇറങ്ങ. ചേട്ടനായിരുന്നോ? അപ്പൊ ഈ മതില് പിന്നെ രണ്ട് മതിലുണ്ടോ? നമ്മൾ ആദ്യം ചാടി. എല്ലാരും പോകുന്നു, ഈ ഞാനും പോകുന്നു, എങ്ങോട്ടെന്നറിയില്ലല്ലോ യാത്ര എങ്ങോട്ട്. ചാട് ചാട്.
എങ്ങോട്ടെന്നറിയില്ലല്ലോ. എങ്ങോട്ടെങ്കിലും ചാട്. ഇതിനാണ് ഒരു ഗായകന്റെ പതനം എന്ന് പറയുന്നത് അല്ലേ ഏട്ടാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ അമിതാഭ് ബച്ചനെ കാണാൻ പോവാ. ഞാനും മേരെ യംഗനെ മേ തുംഹാരാ ക്യാ കാം. അയ്യോ, നമ്മുടെ സെല്ലിന്റെ പൂട്ടും താക്കോലും കൊടുത്തില്ല. ഛെ, അത് ഇതുവരെ കൊടുത്തില്ലേ? അത് മോശമായി പോയി. ഇങ്ങോട്ടാ, ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് വരാം. അത് വേണ്ട, താമസിക്കും. അത് മോശം അതൊക്കെ താമസിക്കും. ബാ. നിങ്ങളൊക്കെ എന്തോ ഒരുമാതിരി ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്നത്. എന്ന് പറഞ്ഞ എങ്ങനെയാന്ന് കൊടുക്കാം. കൊള്ളാല്ലേ? ഞാൻ അമിതാഭ് ബച്ചന്റെ പോസ്റ്റർ ഇറങ്ങുന്നില്ലേ? ഞങ്ങൾക്ക് എറണാകുളത്ത് ഇറങ്ങണ്ടേ. എറണാകുളം ഇത് നോർത്ത്. അയ്യേ, എറണാകുളം അറിയത്തില്ലേ? അറിയാവുന്നോണ്ടാ പറഞ്ഞത് നോർത്ത്. എന്നാ ഈസ്റ്റിൽ പോട്ടെ. ഈസ്റ്റ് വെസ്റ്റ് ഒന്നുമില്ല, ഇവിടെ വരെ ബസ്സുള്ളൂ. അയ്യോ, ഈ അമിതാഭ് ബച്ചൻ എവിടാ വരുന്നേ? അമിതാഭ് ബച്ചനോ? ഛെ, ഇയാൾക്കൊന്നും അറിഞ്ഞൂടാ. അമിതാഭ് ബച്ചനെ അറിയില്ലേ? നിങ്ങൾ എവിടെന്നാ വരുന്നത്? കാക്കനാട് കാക്കനാട് നോർത്ത്. ആ, അമിതാഭ് ബച്ചൻ എറണാകുളത്ത് വന്നിരുന്നു. അത് 1 മാസം മുമ്പ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു. അയ്യോ, അപ്പൊ നമ്മൾ 1 മാസമായി അവിടുന്ന് ഇറങ്ങിയിട്ടല്ലേ? 1 മാസം മുമ്പുള്ള പേപ്പറാണ് നമ്മൾ കണ്ടതെങ്കിലോ? അതായിരിക്കും ശരി. ഈ ബസ്സിന് എപ്പോഴാ തിരിച്ചു പോകുന്നേ? ഇനി രാവിലെ ഉള്ളൂ 5:30. ഓ, അപ്പൊ ഇതാണോ 5:30ക്കുള്ള വണ്ടി? ആ, ഇറങ്ങ. ഏതിലെ ഇറങ്ങ? ഇതിലെ ഇല്ല, കഷ്ടമായി പോയി. അതെ, എല്ലാവരും ഒന്നിച്ച് നിക്കണേ, കൂട്ട് പിരിയരുത്. ഇവിടുന്ന് എത്ര ദൂരം വരും? നമ്മളിപ്പോ ബസ്സിൽ വന്നില്ലേ, അത്രയും ദൂരം വരും. നടക്കുമ്പോ കുറച്ചുകൂടെ കൂടും. കാണാൻ എന്തായാലും ബ്യൂട്ടിഫുൾ. അത് പിന്നെ വലിയ പട്ടണമല്ലേ? ഇനി ഇവിടെങ്ങാനും കിടന്ന് രാവിലെ തിരിച്ചു പോകാനേ. അയ്യോ, ഈ റോഡിലോ? വാ, ഞാൻ സ്ഥലം കാണിച്ചു. വാ 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 വാ. അയ്യോടാ, മഴ പെയ്തോ? അയ്യോ, മഴ പെയ്തല്ല, ഈ ലൈറ്റ് കാരണം നമുക്ക് തോന്നുന്ന. ആദ്യത്തെ ബസ്സിന് തന്നെ മടങ്ങി പോണം. ലവനോടെ? ലവനെ ആര്? നമ്മള് 4 പേരില്ലായിരുന്ന? ഇപ്പോഴും 4 പേരുണ്ടല്ലോ. 1 2 3 4. അല്ലെന്നില്ല, അവനില്ലടേ. ഒന്ന് ചുമ്മാ ചേട്ടാ. 1 2 3 4 4. ഷോ, സഹിക്കാൻ വയ്യ. എണ്ണാൻ പോലും അറിഞ്ഞൂടാ. 1 2 3 4. ശരിയാണല്ലോ, 4 പേരുണ്ടല്ലോ. 1 2. അത് ശരിയാകില്ല. ആ, നമ്മുടെ ഭാഗവതരി. ഭാഗ അതെ, തൊട്ടിയാ. അല്ല. ആകെ പ്രശ്നമായല്ലേ? എന്ത് പ്രശ്നം? നമുക്ക് പോവാം. അവനെ നമ്മൾ കൂട്ടിക്കൊണ്ടു വന്നൊന്നുമല്ലല്ലോ, നമ്മുടെ കൂടെ കൂടിയതല്ലേ. അതുപോലെ വേറെ ആരെങ്കിലും കൂടെ കൂടി കാണും എന്ന് വെച്ച് അവനില്ലാതെ അങ്ങനെ തിരിച്ചു ചെല്ലും. 4 പേര് ഒന്നിച്ച് പ്രാന്താശുപത്രിയിൽ നിന്ന് പുറത്തിയാടി. 3 പേര് തിരിച്ചു ചെന്നു. 4-അവൻ എവിടെ? എവിടെ? കൊന്നു. ആര് കൊന്നു? നമ്മള് കൊന്നു. എപ്പോ? അതല്ല, അവരങ്ങനെ കരുതുന്നു പറയായിരുന്നു. അതുകൊണ്ട് അവനില്ലാതെ നമുക്ക് പോകാൻ ഒക്കില്ല. ദൂരെ എങ്ങും പോകാൻ ഇടയില്ല. നമുക്ക് അന്വേഷിക്കാം. ചേട്ടാ, ഇത് സിറ്റിയാണ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ പറഞ്ഞാലോ? ഈ കാലത്ത് പോലീസുകാരൊന്നും വിശ്വസിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്കും 3 വഴിക്ക് പോയി അന്വേഷിക്കാം. പിന്നെ വൈകുന്നേരം തിരിച്ച് ഇതേ സ്ഥലത്ത് തന്നെ എത്തണം. ആളെയും കൊണ്ടേ വരാവൂ. ആരെ? കാണാൻ പോയനെ. അത് ഞാൻ എങ്ങനെയും കൊണ്ടുവരും. ഇയാള് മാത്രം ഒരു കൊണ്ടുവരവുകാരൻ. ഞാനും ചേട്ടനും പോയി ഓരോരുത്തരെ കൊണ്ടുവരും. അയ്യോ, അപ്പൊ 3 3 6 പേരാവത്തില്ലയോ? അത് ശരിയാ. വരുന്നിടത്ത് വെച്ച് കാണാടാ. നീ അങ്ങോട്ട് പോയിക്കോ, നീ ഈ വഴിക്ക് പോ. ഹലോ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. സാറ് കാണാതായ ഒരാളെ കണ്ടോ? മനസ്സിലായില്ല. നല്ല വെളുത്ത ഒരാള്, വെള്ള മുണ്ടും ജുബ്ബയൊക്കെ ഇട്ട്. സാർ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പാട്ട് പാടാൻ അറിയാവുന്ന. ഗുഡ് മോർണിംഗ്. തനിക്ക് എന്ത് വേണം? കാണാതായ ഒരാളെ കണ്ടോന്ന് ചോദിക്കുമായിരുന്നു.
ഞാൻ ആരെയും കണ്ടില്ല, എന്റെ ഇഷ്ട. ഒരു വെളുത്ത മുണ്ടും കാലത്തെ ഓരോ പാരകൾ. അതെ, ഒരു വെളുത്ത മുണ്ടും ജുബയൊക്കെ ഇട്ട് ഒരാളെ കണ്ടോ?